അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3-ാം ക്ലാസ്സിലെ തജ്വീദ് മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പരിശോധിക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. സാക്കിനായ മീമിന് ഇഖ്ഫാ ചെയ്ത് ഓതണം. വമിൻഹും സാബിഖുൻ, മിൻഹും ബതുഷ, വമിൻഹും മിൻഹും ബതുഷ എന്നതാണ് ശരിയുത്തരം. 2. തൻവീൻ ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. ഗഫൂറുൻ ശകൂർ, ഗഫൂറുൻ ഹലീം, ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം എന്നതാണ് ശരിയുത്തരം. ഹിക്മത്തും ബാലിഗ എന്നതിൽ തൻവീൻ്റെ വിധി. ഇദ്ഹാർ, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇഖ്ലാബാണ് ശരിയുത്തരം. 4. സാക്കിനായ നൂനിനെ ഇദ്ഹാർ ചെയ്യൽ നിർബന്ധം. മൻഖൂസ്, സുംബുല, ഖിൻവാൻ എന്നതിലാണ് ഇദ്ഹാർ ചെയ്യൽ നിർബന്ധം. 5. ഇഖ്ലാബിനെ സൂചിപ്പിക്കാൻ ഖുർആനിൽ കാണുന്ന ചിഹ്നം മീം, സീൻ, സ്വാദ്, മീമാണ്. 6. ജന്നാത്തുൻ തജ്രി എന്നതിൽ തൻവീനെ ഇദ്ഗാം ചെയ്യണം, മറച്ചു മണിക്കണം, വെളിവാക്കണം. മറച്ചു മണിക്കാണ് വേണ്ടത്, ഇഖ്ഫാ. 7. നിർത്തൽ ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു. മീം, ഖില, സ്വില. ഖില എന്നതാണ് ശരിയുത്തരം. 8. ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീനെ ഇഖ്ഫാ ചെയ്യണം. ബാ, വാവ്, ലാമ്, റാ, ഷീന്, സ്വാദ്. ഷീന് സ്വാദാണ് ശരിയുത്തരം. ഇഖ്ഫാവിൻ്റെ അക്ഷരങ്ങളൊന്ന് ഓർത്താൽ മതി. 9. സാക്കിനായ മീമിനെ വെളിവാക്കി ഓതണം. ലഹും മാ വലഹും ഫീഹ, ലഹും ബിഹി വലഹും ഫീഹ എന്നതാണ് ശരിയുത്തരം. 10. തൻവീന് ശേഷം ലാം വന്നാലുള്ള നിയമം. ഇദ്ഗാമും ബിഗുന്ന, ഇഖ്ലാബ്, ഇദ്ഗാമും ബിലാഗുന്ന. ഇദാമും ബിലാഗുന്നയാണ് ശരിയുത്തരം. ഇദാമും ബിലാഗുനിൻ്റെ അക്ഷരത നോക്കിയാൽ മതി. ചേരുംപടി ചേർക്കുക. 11. തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. ഡി. മാ അൻ സജ്ജാജ. 12. തൻവീനിനെ ഇദ്ഗാമും ബിലാഗുന്ന ചെയ്യണം. ബി. മാ അല്ലക്കും. ഇങ്ങനെ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. 13. തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം. എ. മാ അം ബി ഖദർ. 14. തൻവീനിനെ ഇദ്ഹാർ ചെയ്യണം. സി. മാ അൻ ഹമീമ. പൂരിപ്പിക്കുക. 15. സുക്കൂനുള്ള നൂനിന് ശേഷം ഡാഷ് വന്നാൽ നൂനിനെ ഇഖ്ലാബ് ചെയ്യണം. ബാ വന്നാൽ ഇഖ്ലാബിൻ്റെ അക്ഷരം ഓർത്താൽ മതി. 16. തൻവീനിന് ശേഷം റാ വന്നാൽ തൻവീനിനെ ഡാഷ് ചെയ്യണം. ഇദ്ഗാമും ബിലാഗുന്ന ചെയ്യണം. 17. സുക്കൂനുള്ള നൂനിന് ശേഷം ജീം വന്നാൽ നൂനിനെ ഡാഷ് ചെയ്യണം. ഇഖ്ഫാ ചെയ്യണം. 18. നൂനിന് ശേഷം സീൻ വന്നാൽ ഡാഷ് തൻവീനിന് ഡാഷ് ഇഖ്ഫാ ചെയ്യണം. 18. തൻവീനിന് ശേഷം സീൻ വന്നാൽ ഡാഷിന് ഇഖ്ഫാ ചെയ്യണം. തൻവീനിന് ഇഖ്ഫാ ചെയ്യണം. 19. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ഡാഷ് ചെയ്യണം. ഇഖ്ഫാ ചെയ്യണം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 20. മാലൽ ലുബദ എന്നതിലെ തൻവീൻ്റെ വിധി എന്ത്? ഇദ്ഗാമും ബിലാഗുന്നയാണ്. തൻവീനേഷൻ ലാമാണല്ലോ വന്നത്. 21. മിൻ ബഅദ് എന്നതിൽ നൂനിൻ്റെ വിധി എന്ത്? ഇഖ്ലാബ്. നൂനിൻ്റെ ശേഷം ബാ ആണല്ലോ വന്നത്. 22. ദുനിയ എന്നതിൽ നൂനിനെ ഇദ്ഹാർ ചെയ്യുന്നതിൻ്റെ വിധി നിർബന്ധം. കാരണം ഒറ്റ പദത്തിലാണ് രണ്ടും വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, ഇദ്ഗാം ബിഗുന്ന ചെയ്യാൻ പറ്റൂല. 23. മിൻക എന്നതിൽ നൂനിൻ്റെ വിധി എന്ത്? ഇഖ്ഫാ. മീമിനേശം നൂനിൻ്റെ ശേഷം കാഫാണല്ലോ വന്നത്. 24. ഹും ഖൈർ എന്നതിൽ സാക്കിനായ മീമിൻ്റെ വിധി എന്താ? ഇദ്ഹാർ. വെളിവാക്കിയാണ് ഓതേണ്ടത്. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. സക്ത് എന്നാൽ എന്ത്? ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിനാണ് സക്ത എന്ന് പറയുന്നത്. 26. സാക്കിനായ നൂനിനെ ഇദ്ഹാർ ചെയ്യൽ നിർബന്ധമാണ് എപ്പോൾ? സുക്കൂനുള്ള നൂനിന്റെ ശേഷം അതേ കലിമത്തിൽ ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം ചേർന്നു വന്നാൽ.
27 സാക്കിനായ നൂനിനെ ഇഖ്ലാബ് ചെയ്യണം എപ്പോൾ? സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ. 28 തെൻവീനിനെ ഇദ്ഗാമുൻ ബിലാ ഗുന്ന ചെയ്യണം എപ്പോൾ? തെൻവീനിന് ശേഷം ലാമു റാ എന്നീ ഹർഫുകൾ വന്നാൽ. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. ഖുർആനിൽ വഖഫ് ചെയ്യൽ. ഖുർആൻ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഓത്തു തുടങ്ങുന്നതിനും നിർത്തുന്നതിനും പ്രത്യേകം നിയമങ്ങളുണ്ട്. എല്ലാ ആയത്തിലും അവസാനം വഖഫ് ചെയ്യാവുന്നതാണ്. ആയത്തുകൾക്കിടയിൽ നിർത്തുന്നത് വഖഫിൻ്റെ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.